കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണോ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. നമസ്കാരം. ഇന്ന് 2024 മെയ് 19 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അറബ് ലീഗ് ഉച്ചകോടിയുടെ 33ാമത് സമ്മേളനത്തിന് നേതൃത്വം നൽകിയ ഹമദ് രാജാവിൻ്റെ ശ്രമങ്ങളെ വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ജുമ പ്രശംസിച്ചു. വിവിധ വിഷയങ്ങളിൽ അറബ് രാജ്യങ്ങൾ തമ്മിൽ സമമായം കൈവരിക്കുന്നതിന് ഈ നേതൃമികവും സഹായകമായി. സംഘർഷങ്ങളാൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വിദ്യാഭ്യാസ സേവനങ്ങൾ നൽകുന്നതുൾപ്പെടെ ഹമദ് രാജാവ് ഉച്ചകോടിയിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അഭിനന്ദനീയമാണ്. മൗലികാവകാശങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിൽ രാജ്യത്തിൻ്റെ പ്രതിബദ്ധത വീണ്ടും തെളിയിക്കുന്നതായിരുന്നു നിർദ്ദേശങ്ങൾ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, പ്രത്യേകിച്ച് പ്രാഥമിക വിദ്യാഭ്യാസ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് ഹമദ് രാജാവ് ഊന്നിപ്പറഞ്ഞു. ഈ കാര്യങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്ത ബഹ്റൈൻ ഉച്ചകോടി നിർണായകമാണ്. സംഘർഷബാധിത പ്രദേശങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പാക്കാനും അവർക്ക് മെച്ചപ്പെട്ട ഭാവിക്ക് പ്രത്യാശ നൽകുന്നതിനും ലക്ഷ്യമിട്ട സംരംഭങ്ങൾ മാതൃകയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. എറണാകുളം നിവാസികളുടെ കൂട്ടായ്മയായ ഫെഡ് ഫെസ്റ്റ് എന്ന പേരിൽ ഈസ്റ്റ് വിഷു ഈദാഘോഷം സംഘടിപ്പിക്കുന്നു. വിവിധ കലാപരിപാടികളുടെ മെയ് 24 വൈകുന്നേരം 7:30 BMC ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ സരിഗമ ഫെയിം പവിത്ര മേനോൻ, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം അർജുൻ രാജ്, ബഹ്റിനിലെ പ്രശസ്ത ബാൻഡായ ദ പാസ്റ്റ് മാസ്റ്റേഴ്സ് എന്നിവ പങ്കെടുക്കുന്ന മ്യൂസിക്കൽ ഷോ ഉണ്ടായിരിക്കും. ഈ വർഷം SSLC +2 പരീക്ഷയിൽ വിജയിച്ച ഫെഡ് ഫാമിലിയിലെ കുട്ടികളെ പരിപാടിയിൽ ആദരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റീവൻസൺ 39069007, സുനിൽ ബാബു 33532669 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രവാസി വിദ്യാർത്ഥികൾക്കായി സാംസ്കാരിക കാര്യവകുപ്പ് മലയാള മിഷൻ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടത്തിയ ആദ്യ 10ാം തരം ഭാഷാ തുല്യത പരീക്ഷയായ നീലക്കുറിഞ്ഞിയുടെ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബഹ്റൈൻ ചാപ്റ്ററിൽ നിന്നും പരീക്ഷ എഴുതിയ നന്ദന ഉണ്ണികൃഷ്ണൻ, ഫാത്തിമ P. മുഹമ്മദ്, ഗൗരി വിനു കർത്ത എന്നിവർ മികച്ച മാർക്കോടെ വിജയിച്ച് ഇന്ത്യക്ക് പുറത്ത് ഈ നേട്ടം കൈവരിച്ച ആദ്യ പഠിതാക്കളായി. നന്ദന ബഹ്റൈൻ കേരള സമാജത്തിലെ പരീക്ഷാ കേന്ദ്രത്തിലും ഫാത്തിമയും ഗൗരിയും ബാംഗ്ലൂരുവിൽ നിന്നും കൊച്ചിയിലെ പ്രത്യേക പരീക്ഷാ കേന്ദ്രത്തിലും എത്തിയാണ് പരീക്ഷ എഴുതിയത്. മൂവരും 3 വർഷം മുമ്പ് സമാജം പാഠശാലയിൽ നീലക്കുറിഞ്ഞി പഠനം പൂർത്തിയാക്കിയവരാണ്. ഇന്ത്യക്ക് പുറത്ത് നീലക്കുറിഞ്ഞി പരീക്ഷ നടന്ന ഏക കേന്ദ്രവും ആദ്യ കേന്ദ്രവുമാണ് ബഹ്റൈൻ കേരള സമാജം. തിരുവനന്തപുരം പ്രസ് ക്ലബ് TNG ഹാളിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പരീക്ഷാഫല പ്രഖ്യാപനം നടത്തിയത്. സാംസ്കാരിക കാര്യ സെക്രട്ടറി മിനി ആന്റണി, മലയാള മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട, രജിസ്ട്രാർ വിനോദ് വൈശാഖി എന്നിവർ സന്നിഹിതരായിരുന്നു. ചരിത്രത്തിലാദ്യമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് 10ാം ക്ലാസ് തുല്യത നൽകി. പരീക്ഷാഭവൻ മാർച്ച് 3 നടത്തിയ പരീക്ഷ എഴുതിയവരിൽ 96% 15% പേർ വിജയിച്ചു. ബഹ്റൈനിൽ നിന്നും പരീക്ഷ എഴുതിയ 3 പഠിതാക്കളും മികച്ച മാർക്കോടെ വിജയിച്ചു എന്നത് ബഹ്റൈൻ ചാപ്റ്ററിനും ബഹ്റൈൻ കേരള സമാജത്തിനും ഭാഷാപ്രവർത്തകർക്കും അഭിമാനകരമായ കാര്യമാണ് എന്ന് ചാപ്റ്റർ ഭാരവാഹികൾ പറഞ്ഞു. നീലക്കുറിഞ്ഞി പരീക്ഷ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ 10ാം തരം പരീക്ഷയ്ക്ക് തുല്യമായി പ്രഖ്യാപിച്ചതിനെ തുടർന്നുണ്ടായ സാങ്കേതിക തടസ്സങ്ങൾ മൂലം കോഴ്സ് പൂർത്തിയായി 3 വർഷത്തിനു ശേഷമാണ് പരീക്ഷ നടന്നത് എന്നതിനാൽ കോഴ്സ് പൂർത്തിയാക്കിയ എല്ലാവർക്കും പരീക്ഷ എഴുതാൻ കഴിഞ്ഞിരുന്നില്ല. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. It's time to send and win. ലുലു മണി ആപ്പ് വഴി പണമയക്കൂ. ഓരോ 3ാമത്തെ ട്രാൻസ്ഫറിനും ഒരു കിടിലൻ വാച്ച് സമ്മാനമായി നേടും. മെയ് 10 മെയ് 31 ഇടയിൽ 3 ട്രാൻസാക്ഷൻ അയക്കുന്ന ആദ്യത്തെ 500 പേർക്കാണ് ഈ സമ്മാനം ലഭിക്കുന്നത്. വേഗമാകട്ടെ, പണമയക്കാൻ ലുലു മണി ആപ്പ് ഉപയോഗിക്കൂ.
ബഹ്റിൻ മുത്തപ്പൻ സേവാ സംഘം സ്റ്റാർ വിഷൻ ഇവൻറ്റ്സുമായി ചേർന്ന് ജൂൺ 17 നടത്താനിരിക്കുന്ന തിരുവപ്പന മഹോത്സവം 2024 പോസ്റ്റർ പ്രകാശനം ഇന്നലെ ബഹ്റിൻ കേരള സമാജത്തിൽ വെച്ച് നടന്നു. ബഹ്റിൻ കേരള സമാജത്തിന്റെ പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. ബഹ്റിൻ ശ്രീമുത്തപ്പൻ സേവാ സംഘം ജനറൽ സെക്രട്ടറി റിതിൻ രാജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് ബഹ്റിൻ ശ്രീമുത്തപ്പൻ സേവാ സംഘം പ്രസിഡന്റ് സുനീഷ് സാംസ്കോ ആയിരുന്നു. തിരുവപ്പന മഹോത്സവം ജനറൽ കൺവീനർ സതീഷ് മുതലയിൽ, സ്റ്റാർ ഇവൻറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ സേതുരാജ് കടക്കൽ, കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് MT വിനോദ് കുമാർ, SNCS ചെയർമാൻ സുനീഷ്, GSS ചെയർമാൻ വിനുരാജ്, NO രാജൻ, ബഹ്റിൻ കേരള സമാജം വൈസ് പ്രസിഡന്റ് ദിലീഷ്, SNCS സെക്രട്ടറി സജീവൻ, KV പവിത്രൻ, മാതാ അമൃതാനന്ദമയി സേവാ സമിതി ബഹ്റിൻ കോർഡിനേറ്റർ സുധീർ തിരുനിലത്ത്, KT സലീം തുടങ്ങിയവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. ബഹ്റിൻ ശ്രീമുത്തപ്പൻ സേവാ സംഘം ട്രഷറർ അരുൺകുമാർ നന്ദി പ്രകാശിപ്പിച്ചു. പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ബഹ്റിൻ കലാവേദിയുടെ കീഴിൽ ഇന്ത്യൻ ഡിലൈറ്റ് ഹാളിൽ വെച്ച് വിവിധ കലാപരിപാടികളോടെ ഈദ് വിഷു ആഘോഷം അതിവിപുലമായ രീതിയിൽ ആഘോഷിച്ചു. PCWF ബഹ്റിൻ പ്രസിഡന്റ് മുഹമ്മദ് മാറഞ്ചേരി അധ്യക്ഷതയും PCWF ഗ്ലോബൽ IT കൺവീനർ ഫഹദ് പൊന്നാനി ഉദ്ഘാടനവും നിർവഹിച്ചു. കലാവേദിയുടെ സീനിയർ ഗായകരായ ഷമീർ കണ്ണൂർ, അലി കാഞ്ഞിരമുക്ക്, ഷഫീഖ് ചാലക്കുടി, മുബീന മൻഷീർ, സുരേഷ് ബാബു, ഹിജാസ്, അൻവർ പുഴമ്പ്രം, വിശ്വ സുകേഷ്, ജോഷി, ബിജു വൈക, അജയ് ഘോഷ്, ഷബീർ കാവുങ്കൽ, മൻസൂർ, റസാഖ് ബാബു, സജ്ന എന്നിവർക്കൊപ്പം ജൂനിയർ വിഭാഗത്തിൽ ആലിയ ഷാനവാസ്, ആമില ഷാനവാസ്, നജ ഫാത്തിമ, സഹല മറിയം, ഷെൻസ ഫാത്തിമ, സ്നിഗ്ധ പ്രമോദ്, ഫർഹ, റിമിഷ റാഫി, നൗറിൻ റാഫി എന്നിവരും വിവിധയിനം കലാപരിപാടികൾ അവതരിപ്പിച്ചു. മനാമ കീൻസ് ടീമിൻ്റെ ഒപ്പനയും ശരത് പരപ്പനങ്ങാടിയുടെ മിമിക്രിയും മധുരം മലയാളവും കഹൂത്ത് കിസ് മത്സരവും വക്കളരിപ്പയറ്റും കാണികളിൽ ആവേശമുയർത്തി. റംഷാദ് റഹ്മാൻ അവതാരകനായ ഈദ് വിഷു ആഘോഷത്തിന് ബാലൻ കണ്ടനകം, സദാനന്ദൻ കണ്ണത്ത്, ഷഫീഖ് പാലപ്പെട്ടി, ഷമീർ പുതിയിരുത്തി, അബ്ദുറഹ്മാൻ, PD മുസ്തഫ കൊലക്കാട് എന്നിവർ വിവിധ വിഭാഗങ്ങൾക്ക് നേതൃത്വം നൽകി. വിവിധ മത്സരവിജയികൾക്ക് സമ്മാനങ്ങളും കലാകാരന്മാർക്ക് മൊമെന്റോയും നൽകി. PCWF കലാവേദി കൺവീനർ നസീർ പൊന്നാനി സ്വാഗതവും ഷറഫുദ്ദീൻ വിയും നന്ദിയും പറഞ്ഞു. പ്രവാസികൾക്ക് പ്രവാസികളാൽ ഒരു കൈത്താങ് എന്ന ആശയം മുന്നോട്ട് വെച്ച് 2020 രൂപവത്കരിച്ച പത്തേമാരി പ്രവാസി മലയാളി അസോസിയേഷൻ ബഹ്റിൻ ചാപ്റ്റർ യോഗം നടന്നു. 2021 എറണാകുളം ജില്ല കേന്ദ്രീകൃതമാക്കി സംഘടന രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം കേരളമാകെ വ്യാപിപ്പിച്ചു. കേരളത്തിലെ 8 ജില്ലകളിൽ നിലവിൽ പ്രവർത്തനം നടത്തുന്നു. മറ്റു ജില്ലകളിൽ രൂപീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. പ്രവാസ ലോകത്തും പത്തേമാരിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പവിഴദ്വീപിൽ വന്ന് ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികൾ പത്തേമാരി ബഹ്റിൻ ചാപ്റ്ററിന് രൂപം നൽകി. തുടർന്നുള്ള പ്രവർത്തനത്തിനായി ഭാരവാഹികളെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. ബഹ്റിൻ പ്രവാസി മലയാളികൾക്ക് ഈ സംഘടനയിൽ അംഗമാകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുഹമ്മദ് ഈറക്കലിനെ 37263354 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് കവർച്ച നടത്തിയ പാകിസ്ഥാൻ സ്വദേശിക്ക് ഹൈക്രിമിനൽ കോടതി 5 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം നാടുകടത്താനും നിർദ്ദേശിച്ചു. പ്രതിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പ്രതി പിടികൂടുകയോ അല്ലെങ്കിൽ അയാൾ സ്വയം ഹാജരാവുകയോ ചെയ്താൽ വീണ്ടും വിചാരണ നടക്കും. മനാമയിലെ തൊഴിലാളികളുടെ താമസ സ്ഥലം കുത്തിത്തുറന്ന് പ്രതി ഉൾപ്പെട്ട സംഘം കവർച്ചയും ആക്രമണവും നടത്തുകയായിരുന്നു. 5 പേരാണ് സംഘത്തിലുണ്ടായിരുന്നതെന്ന് ഇരയാക്കപ്പെട്ട തൊഴിലാളികൾ മൊഴി നൽകി. പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളിൽ ഒരാളെ തിരിച്ചറിഞ്ഞത്. ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ. മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകയും നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാര ജേതാവുമായ സി. ലൂസി കുര്യന് അവാലി മലയാളം കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. ലേഡി ഓഫ് അറേബ്യ അസിസ്റ്റന്റ് വികാരി ദേസി തേരി ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാദർ മാർക്കോസ് ഫെർണാണ്ടസ്, മലയാളം കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ ഡേവിസ് ടി മാത്യു, ഫാമിലി സെൽ കോർഡിനേറ്റർ റിനീഷ് പോൾ, ബ്രദർ ലൂസിയാന എന്നിവർ സംസാരിച്ചു.
30 വർഷത്തെ ബഹ്റിൻ പ്രവാസ ജീവിതത്തിന് ശേഷം ജന്മനാട്ടിലേക്ക് മടങ്ങുന്ന കോട്ടയം പ്രവാസി ഫോറം ജനറൽ സെക്രട്ടറി ഷിബു എബ്രഹാമിന് യാത്രയയപ്പ് നൽകി. KCA ഹാളിൽ നടന്ന KPF വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ പ്രസിഡന്റ് ബോബി പാറയിൽ അധ്യക്ഷത വഹിച്ചു. ഷിബു എബ്രഹാം വർഷങ്ങളായി ജീവകാരുണ്യ സാമൂഹിക മേഖലയിൽ സമൂഹത്തിന് നൽകിയ സേവനങ്ങൾക്ക് അംഗങ്ങൾ നന്ദി രേഖപ്പെടുത്തി. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KPFന് നൽകിയ സംഭാവനകളെ ഓർമ്മിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തിന് ഭാവുകങ്ങൾ ആശംസിക്കുകയും ചെയ്തു. മറുപടി പ്രസംഗത്തിൽ ഷിബു എബ്രഹാം KPF അംഗങ്ങളുടെ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകം നന്ദി പറഞ്ഞു. സിജു പുന്നവേലി, സജീവ് ചാക്കോ, സാബു പാല, റോജൻ, ജെയിംസ് ഔസഫ്, ജോൺസൺ, ജോയൽ ജോൺ, ബിനു നടക്കൽ, സോജി മാത്യു, മോബി കുര്യാക്കോസ്, ഫിലിപ്പ് കറുകച്ചാൽ, സിബി ചമ്പന്നൂർ, അജീഷ് തോമസ്, ഷിനോയ് പുളിക്കൽ എന്നിവർ ആശംസകൾ നേർന്നു. ഷിബു എബ്രഹാം സ്വാഗതവും നൈസാം PA നന്ദിയും പറഞ്ഞു. സ്ക്രാപ്പ് യാർഡിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് 16 പേരെ സിവിൽ ഡിഫൻസ് ഒഴിപ്പിച്ചു. ആർക്കും പരിക്കേറ്റിട്ടില്ല. ശനിയാഴ്ച പുലർച്ചെയാണ് സദേൺ ഗവർണറേറ്റിലെ ഒരു സ്ക്രാപ്പ് യാർഡിൽ തീപിടുത്തമുണ്ടായത്. സിവിൽ ഡിഫൻസ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സംഭവസ്ഥലത്തെത്തി മിനിറ്റുകൾക്കകം തീയണച്ചു. വീണ്ടും തീപിടുത്തമുണ്ടാകാതിരിക്കാൻ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്ത് വെള്ളം പമ്പ് ചെയ്തു.